സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവസാന തലമുറയ്ക്ക് ഒരു മുന്നറിയിപ്പിൻ്റെ സന്ദേശം. പ്രിയമുള്ളവരെ, തിരുവെഴുത്തുകളിലുടനീളം ദൈവം ദുഷ്ടന്മാരുടെ മേൽ തൻ്റെ ന്യായവിധികൾ ചൊരിയുന്നതിന് മുൻപ് ദുഷ്ടന്മാർക്ക് അവരുടെ ദുഷ്ടവഴികളിൽ നിന്ന് പിന്തിരിയാനും രക്ഷിക്കപ്പെടാനും അവസരം ലഭിക്കുന്നതിനായി ദൈവം എപ്പോഴും ഒരു മുന്നറിയിപ്പിൻ സന്ദേശം അയക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ശ്രദ്ധിക്കുക. പ്രളയത്തിനു മുൻപ് ജീവിച്ചിരുന്നവരോട് നോഹ പ്രസംഗിച്ചു. സൊദോമിലെയും ഗൊമോറയിലെയും നിവാസികളോട് ലോത്ത് മുന്നറിയിപ്പ് നൽകി. മഹത്തായ പുറപ്പാടിനു മുൻപ് മോശ ഫറവോനെ ഉത്ബോധിപ്പിച്ചു. യോന നിനിവയിലെ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകി. യിരെമ്യാ പ്രവാചകൻ വീഴുന്നതിന് മുൻപേ യഹൂദ മക്കൾക്ക് മുന്നറിയിപ്പ് നൽകി. ഈ വിധത്തിൽ ബൈബിൾ വായിക്കുമ്പോൾ മുന്നറിയിപ്പുകൾ നൽകുന്നത് നാം കാണുന്നു. എബ്രായ ലേഖനം 13 അധ്യായം 8 വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അങ്ങനെ പറയുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ദൈവം ഈ അവസാന തലമുറയ്ക്ക് ഒരു മുന്നറിയിപ്പിൻ്റെ സന്ദേശം പ്രഖ്യാപിക്കുന്നു. പുരാതന ഗോത്രപിതാക്കന്മാരോടും പ്രവാചകന്മാരോടും അവൻ ചെയ്തതുപോലെ ഈ അന്ത്യകാലത്ത് സത്യം പ്രഖ്യാപിക്കുന്ന ഒരു വിശ്വസ്ത ജനത ദൈവത്തിന് ഭൂമിയിൽ ജീവിക്കാതിരിക്കുമോ? തീർച്ചയായും ഒരു വിശ്വസ്ത ജനതയുണ്ടായിരിക്കും. കാരണം ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്തതാകുന്നു. അതിനാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ മുന്നറിയിപ്പിൻ്റെ സന്ദേശം എന്താണെന്ന് കണ്ടെത്തുകയും എന്താണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്തെന്നാൽ യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു. അത് അടുത്ത് അത്യന്തം ബന്ധപ്പെട്ടു വരുന്നു. കേട്ടോ, യഹോവയുടെ ദിവസം വീരൻ അവിടെ കഠിനമായി നിലവിളിക്കും. ആ ദിവസം ക്രോധ ദിവസം, കഷ്ടവും സങ്കടവുമുള്ള ദിവസം, ശൂന്യതയും നാശവുമുള്ള ദിവസം, ഇരുട്ടും അന്ധകാരവുമുള്ള ദിവസം, മേഘവും മൂടലും ഉള്ള ദിവസം, ഉറപ്പുള്ള പട്ടണങ്ങൾക്കും ഉയരമുള്ള കൊത്തളങ്ങൾക്കും വിരോധമായി കാഹളനാദവും ആരവവും ഉള്ള ദിവസം തന്നെ. മനുഷ്യർ കുരുടന്മാരെ പോലെ നടക്കത്തക്കവണ്ണം ഞാൻ അവർക്ക് കഷ്ടത വരുത്തും. അവർ യഹോവയോട് പാപം ചെയ്തുവല്ലോ. അവരുടെ രക്തം പൊടി പോലെയും അവരുടെ മാംസം കാഷ്ടം പോലെയും ചൊരിയും. യഹോവയുടെ ക്രോധ ദിവസത്തിൽ അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ രക്ഷിക്കാൻ കഴിയില്ല. സർവഭൂമിയും അവൻ്റെ തീഷ്ണതാഗ്നിക്ക് ഇരയായിത്തീരും. സകല ഭൂവാസികൾക്കും അവൻ ശീഘ്ര സംഹാരം വരുത്തും. സെഫന്യാ പ്രവചനം 1 അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ആകയാൽ പ്രിയരെ, പാപങ്ങളെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിപ്പിൻ. ദൈവത്തെ അന്വേഷിപ്പിൻ. നീതി അന്വേഷിപ്പിൻ. സൗമ്യത അന്വേഷിപ്പിൻ. ശ്രദ്ധിക്കുക. പഴയ നിയമം ശ്രദ്ധാപൂർവം പഠിച്ചാൽ ദുഷ്ടന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്ന സന്ദേശത്തിൽ ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കാണാൻ നമുക്ക് കഴിയും. ആദ്യം ദൈവം തൻ്റെ വിശ്വസ്തരായ ജനത്തിനാണ് സന്ദേശം നൽകുന്നത്. അവർ ആ സന്ദേശം പാപത്തിൽ മുഴുകി ജീവിക്കുന്ന ജനതയുമായി പങ്കിടുന്നു. സാധാരണയായി അതെല്ലായ്പ്പോഴും അനുതാപത്തിൻ്റെ സന്ദേശമാണ്. ഒരു ചെറിയ ശേഷിപ്പ് ഒഴികെയുള്ള ആളുകൾ മാനസാന്തരപ്പെടാൻ വിസമ്മതിക്കുകയും പിന്നീട് ദൈവം അനുദപിക്കാത്തവരുടെ മേൽ നാശം വരുത്തുകയും സന്ദേശം ശ്രദ്ധിക്കുകയും തെറ്റായ വഴികളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്ത ശേഷിപ്പിനെ രക്ഷിക്കുകയും ചെയ്യുന്നു. നോഹ നീതിയുടെ പ്രസംഗകനായിരുന്നുവെന്ന് നമ്മോട് പറയപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ പത്രോസ് എഴുതിയ 2 ലേഖനം 2 അധ്യായം 5 വാക്യം കാണുക. നോഹയുടെ കാലത്ത് നോഹ ലോകത്തിന് മാനസാന്തരത്തിന് സന്ദേശം പ്രഖ്യാപിച്ചു. നാശമാസന്നമായിരുന്നതിനാൽ അവരുടെ പാപകരമായ വഴികളിൽ നിന്ന് പിന്തിരിയാനും പെട്ടകത്തിൽ അഭയം തേടാനും അവരെ ഉപദേശിച്ചു. എന്നിരുന്നാലും നിർഭാഗ്യവശാൽ നോഹയെ കൂടാതെ മറ്റ് 7 പേർ മാത്രമേ ആ വിളി ശ്രദ്ധിച്ചുള്ളൂ. ദൈവം മറ്റുള്ളവരെയെല്ലാം ആഗോളവും വിനാശകരവുമായ ഒരു വെള്ളപ്പൊക്കത്താൽ നശിപ്പിച്ചു. അതുപോലെ ലോത്തിൻ്റെ കാലത്തെ പോലെ തന്നെ ക്രിസ്തു വെളിപ്പെടുകയും അനുദപിക്കാത്തവർക്ക് അവരുടെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്ന ദിവസത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം 37 വാക്യം ഇപ്രകാരം പറയുന്നു: നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവുമാകും. ജലപ്രളയത്തിന് മുൻപുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. വിശുദ്ധ പത്രോസ് എഴുതിയ 2 ലേഖനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു:
പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെ പാലിക്കുകയും സോദോം ഗൊമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വയ്ക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു. സോദോമിൽ വസിച്ചിരുന്നപ്പോൾ അനുദിനം തന്നെ ചുറ്റിപ്പറ്റിയ വിശ്വാസത്യാഗത്താൽ ലോത്ത് വളരെയധികം ആശയക്കുഴപ്പത്തിലായി. അവൻ തൻ്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ദേശത്ത് വസിച്ചിരുന്നവരോട് പ്രസംഗിച്ചു. പക്ഷേ അവർ ആ വിളി ശ്രദ്ധിച്ചില്ല. അതിനാൽ ലോത്തും അവൻ്റെ 2 പെൺമക്കളും മാത്രമേ രക്ഷിക്കപ്പെട്ടുള്ളൂ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 28-ാം വാക്യത്തിൽ ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ അവർ തിന്നും കുടിച്ചും വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്തു നിന്ന് തീയും ഗന്ധകവും പെയ്തു എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ്ണം തന്നെ ആകും. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 14-ാം വാക്യം ഇപ്രകാരം പറയുന്നു: അങ്ങനെ ലോത്ത് ചെന്ന് തൻ്റെ പുത്രന്മാരെ വിവാഹം ചെയ്യാനുള്ള മരുമക്കളോട് സംസാരിച്ചു. നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ട് പുറപ്പെടുവിൻ, യഹോവ ഈ പട്ടണം നശിപ്പിക്കും എന്ന് പറഞ്ഞു. എന്നാൽ അവൻ കളി പറയുന്നു എന്ന് അവൻ്റെ മരുമക്കൾക്ക് തോന്നി. പ്രിയമുള്ളവരെ, നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം ഏത് വിധമായിരിക്കുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവജനത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്നും അല്ലെങ്കിൽ ദൈവം അവരെ നശിപ്പിക്കുമെന്നും മോശ ഫറവോന് എണ്ണമറ്റ മുന്നറിയിപ്പുകൾ നൽകി. ഇസ്രായേൽ മക്കളുടെ അടുക്കിലേക്ക് അവരുടെ വേശ്യാവൃത്തികളെക്കുറിച്ചും പാപകരമായ ജീവിതങ്ങളിൽ നിന്നും പിന്തിരിയണമെന്നും മുന്നറിയിപ്പ് നൽകി. കർത്താവ് എണ്ണമറ്റ പ്രവാചകന്മാരെ വീണ്ടും വീണ്ടും അയച്ചില്ലേ? എന്നാൽ അവർ ആ ആഹ്വാനം നിരസിക്കുകയും അവരുടെ അടുക്കിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരെ പലരെയും കൊല്ലുകയും ചെയ്തു. ഇസ്രായേൽ മക്കളുടെ അടുക്കിലേക്ക് അവരുടെ വേശ്യാവൃത്തികളെക്കുറിച്ചും പാപകരമായ ജീവിതങ്ങളിൽ നിന്നും പിന്തിരിയണമെന്നും മുന്നറിയിപ്പ് നൽകി കർത്താവ് എണ്ണമറ്റ പ്രവാചകന്മാരെ വീണ്ടും വീണ്ടും അയച്ചില്ലേ? എന്നാൽ അവർ ആ ആഹ്വാനം നിരസിക്കുകയും അവരുടെ അടുക്കിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരിൽ പലരെയും കൊല്ലുകയും ചെയ്തു. കർത്താവ് അരുളി ചെയ്യുന്നു: ഓ യെരുശലേം, യെരുശലേം, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കിലേക്ക് അയക്കപ്പെട്ടവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. പ്രിയമുള്ളവരെ, ദൈവം കരുണയുള്ളവനും നമ്മോടെല്ലാം ദീർഘക്ഷമയുമുള്ളവനുമാകുന്നു. നമ്മളിൽ ആരും നശിച്ചു പോകരുതെന്നും മറിച്ച് നമ്മുടെ അനീതി പ്രവൃത്തികളിൽ നിന്നും പിന്തിരിഞ്ഞ് തൻ്റെ പുത്രനായ ക്രിസ്തുയേശുവിനാൽ രക്ഷിക്കപ്പെടണമെന്നും അവൻ ആഗ്രഹിക്കുന്നു. കാരണം അവൻ വഴിയും സത്യവും ജീവനുമാണ്. അതുകൊണ്ടാണ് അവൻ തലമുറകളിലുടനീളം മനുഷ്യവർഗത്തിന് എണ്ണമറ്റ മുന്നറിയിപ്പുകൾ അയക്കുന്നത്. യെഹെസ്കേൽ പ്രവചനം 18-ാം അധ്യായം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? അവൻ്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എൻ്റെ താല്പര്യമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ദൈവം മുൻകാലങ്ങളിലുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇന്ന് നമ്മുടെ കാര്യമോ? എന്നാൽ ഈ അവസാന തലമുറയ്ക്കുള്ള സന്ദേശം എവിടെയാണ്? പ്രിയരെ, ദൈവം മാറുന്നില്ല. ഈ സന്ദേശം വെളിപ്പാട് പുസ്തകത്തിൽ കാണാം. ഗോതമ്പ് കൊയ്യാനും കളകൾ പറിച്ചു കളയാനും നശിപ്പിക്കാനും യേശു വരുന്നതിന് മുൻപ് മനുഷ്യവർഗത്തിന് നൽകുന്ന അവസാന മുന്നറിയിപ്പാണിത്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന 3 ഭാഗങ്ങളുള്ള സന്ദേശമാണിത്. ഇത് 3 ദൂതന്മാരുടെ സന്ദേശങ്ങളാണ്. ലോകമെമ്പാടും സകല ജനതയ്ക്കും ഗോത്രങ്ങൾക്കും ഭാഷയ്ക്കും ജനങ്ങൾക്കും പോകേണ്ട ഒരു സന്ദേശം. ഇത് സ്നേഹത്തിൻ്റെ ഒരു സന്ദേശമാണ്. കാരണം നാം എല്ലാവരും തൻ്റെ പുത്രനിലൂടെ രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇത് നീതിയുടെ സന്ദേശമാണ്. കാരണം അതിൻ്റെ വിളി കേൾക്കാൻ വിസമ്മതിക്കുന്ന എല്ലാവരും പുരാതന കാലത്തെ പുരാതന ജനങ്ങളെപ്പോലെ നശിപ്പിക്കപ്പെടും. എന്നെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ആദ്യ സന്ദേശം നമ്മെ ന്യായവിധിയുടെ സമയത്തിലേക്ക് വിളിക്കുന്നു. നമ്മുടെ മഹാനായ മഹാപുരോഹിതനായ യേശു ക്രിസ്തു
സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിലെ അതിവിശുദ്ധ സ്ഥലത്ത് നമുക്ക് വേണ്ടി ചെയ്യുന്ന അന്തിമ പ്രവൃത്തിയിലേക്ക് ഇത് നമ്മെ ചൂണ്ടിക്കാണിക്കുന്നു. അവൻ നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും നമ്മിൽ ആരൊക്കെ സ്വർഗരാജ്യത്തിന് യോഗ്യരാണെന്ന് കാണാൻ പുസ്തകങ്ങൾ പരിശോധിക്കുകയും ചെയ്യുന്നു. കാരണം അവൻ പറയുന്നു, നീതിമാന്മാർക്കും നീതികെട്ടവർക്കും പ്രതിഫലം നൽകാൻ ക്രിസ്തു മടങ്ങി വരുന്നുവെങ്കിൽ അതിനു മുൻപ് ഒരു അന്വേഷണ പ്രവൃത്തി ഉണ്ടായിരിക്കണമെന്നത് വളരെ വ്യക്തമാണ്. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് ഉടൻ തന്നെ നമ്മുടെ മേൽ വരുമെന്ന് നമുക്ക് കാണാൻ കഴിയുന്നതിനാൽ ആ അന്വേഷണ പ്രവൃത്തി വേഗത്തിൽ അവസാനിക്കുകയാണ്. പ്രിയരെ, ബൈബിൾ കൈവശമുള്ളവർ വെളിപാട് പുസ്തകം 14-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നാം ക്രിസ്തുവിൽ നമ്മുടെ കണ്ണുകൾ പതിപ്പിക്കണം. സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും ദൈവകൃപയാൽ നമുക്ക് വിശ്വസ്തരായി തുടരാം. ദൈവം തൻ്റെ വിശ്വസ്തദാസന്മാർക്ക് എല്ലാ മനുഷ്യവർഗത്തിനും നൽകാൻ ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്: മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ.